ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു മുറുക്കാണ്. ഇപ്പം നമ്മൾ ഈ മുറുക്കുണ്ടാക്കുന്നത് നമ്മുടെ സാധാ അരിപ്പൊടി കൊണ്ട് മാത്രമല്ല, നമ്മളിതിനകത്ത് ചക്കയും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ മുറുക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ അതിനായിട്ട് ഒരു 20 ചുള പച്ച ചുളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 20 ചുളയാണ്. ഇത് നമുക്കിനി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് കുക്കറിനകത്തിട്ട് വേവിക്കുന്ന സമയത്ത് നമ്മൾ അല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല. ചക്കയിൽ തന്നെ ഒരു വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതുകൊണ്ട് അത് വെന്തോളും. അപ്പോൾ നമുക്കിപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. ഒരു 5-6 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടേക്കുവാണ്. നമുക്കിനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അല്പം പോലും വെള്ളം ചേർക്കാതെ തന്നെ വേണം നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്കത് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. ഇളക്കിയിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. അത് ആവശ്യത്തിന് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചേർക്കാം. അത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് മുറുക്ക് കഴിക്കുമ്പോൾ അത് കടിക്കുന്ന ഒരു ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ കറുത്ത എള്ളാണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണിത്. അത് നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കുഴച്ചെടുത്താൽ മതിയാവും. കാരണം നമ്മുടെ ചക്ക അരച്ചെടുക്കുമ്പം തന്നെ അതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഒരു നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് എടുക്കുമല്ലോ കുഴച്ച്, ആ ഒരു പരുവം ആകുന്നിടം വരെ നമ്മളിതിനകത്ത് പൊടിയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ ഈ 1 ഗ്ലാസ് പൊടിയല്ല ഇട്ടിരിക്കുന്നത്. അതിനുശേഷം കുഴച്ച് വന്നപ്പം കുറച്ചുകൂടി പൊടി എനിക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പം നിങ്ങളും അതുപോലെ കുറേശ്ശെ പൊടിയിട്ട് കുഴച്ചെടുക്കുക. നമുക്കൊരു ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന മാവുണ്ടല്ലോ, ആ ഒരു രൂപത്തിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല മയത്തിൽ തന്നെ നമുക്ക് ആ മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവമാണ് വേണ്ടത്. ഒട്ടും കട്ടി കൂടാൻ പാടില്ല. നല്ല മയത്തിൽ തന്നെ വേണം. അപ്പോൾ നമുക്കത് അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി എടുക്കേണ്ടത് നമുക്ക് സേവനാഴിയാണ് എടുക്കേണ്ടത്. സേവനാഴിയിൽ നമുക്ക് അറിയാം മുറുക്കുണ്ടാക്കുന്ന ഒരു അച്ചുണ്ടതിനകത്ത്. അപ്പോൾ അത് വേണം നമുക്കിതിനകത്തിടാൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിനകത്ത് ശകലം എണ്ണ തടവി കൊടുക്കുക. നമുക്ക് മാവ് അതിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് അച്ചിലിട്ടതിന് ശേഷം ആവശ്യത്തിന് മാവ് അതിനകത്ത് ഇട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റിലോ ഇലയിലോ എവിടെ വേണേലും നമുക്ക് പിഴിഞ്ഞ് എടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിലിട്ടാൽ മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ ഒരു വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് വെളിച്ചെണ്ണ തടവി പിഴിയുന്നത് അതിനകത്താണ്. നിങ്ങൾക്ക് പ്ലേറ്റ് എടുത്താലും മതി. നമ്മൾ പിഴിഞ്ഞ് ഇടുന്നതിന് മുമ്പ് അതിനകത്ത് അല്പം ഓയിൽ തേക്കുന്നത് നന്നായിരിക്കും. നമുക്ക് എളുപ്പത്തിൽ എടുത്തിടാനായിട്ട് പറ്റും. അപ്പം ഞാൻ വാഴയിലയിലാണ് എണ്ണ തടവിയിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ടാണ് പിഴിഞ്ഞിടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെറിയ പീസായിട്ടോ വലുതോ എത്ര ചുറ്റ് വേണമെങ്കിലും ആക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഓയിലൊഴിക്കുക. അല്ലെങ്കിൽ വെള്ളമയം വല്ലതും ഉണ്ടെങ്കിൽ പൊട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ മുറുക്ക് എളുപ്പം കനച്ച് പോവുകയും ചെയ്യും. അതുകൊണ്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അതിനകത്തോട്ട് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ അത് ഇട്ട് കൊടുത്തു. നമുക്കൊരു 4 എണ്ണമൊക്കെ ആദ്യം ഇട്ട് കൊടുക്കാം. കൂടുതൽ ഇട്ട് കൊടുക്കണ്ട. വലിയ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് 4-5 എണ്ണം 5-6 ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം ഞാനിപ്പം 4 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നന്നായിട്ട് മൂത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കാം.
അപ്പം ചക്ക കൊണ്ട് നമ്മൾ സാധാരണ അരിമുറുക്ക് ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. എന്നാലും നല്ല രുചിയിൽ തന്നെയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ചക്കയുള്ള സീസണാണിപ്പോൾ. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം മുറുക്കെല്ലാം നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണ അങ്ങനെ വലിച്ചെടുക്കുന്നൊന്നുമില്ല. ഒരുപാട് എണ്ണയൊന്നും നമുക്ക് ചിലവാകുന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് ഇനി കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.